കേരളത്തിന്റെ സ്വന്തം ആമ്പൽ വസന്തമായ കോട്ടയം ജില്ലയിലെ മലരിക്കൽ അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും അല്ലേ? ഈ വർഷത്തെ മലരിക്കൽ ആമ്പൽപ്പാടം സീസൺ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. പോകുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രാവിലെ 7-8 മണിക്കുള്ളിൽ തന്നെ മാക്സിമം അവിടെ എത്താൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ വെയിൽ കൂടുന്നതിന് മുമ്പ് ആമ്പൽപ്പാടങ്ങൾ കണ്ട് നിങ്ങൾക്ക് തിരികെ വരാൻ സാധിക്കത്തുള്ളൂ. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പോയതുകൊണ്ട് തലേന്ന് തന്നെ കോട്ടയത്ത് ചെന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. മലരിക്കലിലോ സമീപത്തിൽ കുമരകത്തോ ആണ് നിങ്ങൾ റൂം നോക്കുന്നതെങ്കിൽ നല്ല റേറ്റ് ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 10 കിലോമീറ്റർ അകലെയുള്ള കോട്ടയം ടൗണിൽ റൂം എടുക്കുന്നതായിരിക്കും ഉചിതം. രാവിലെ മലരിക്കൽ എത്തുമ്പോൾ ആദ്യം കാണുന്നത് പൂക്കളുമായിട്ട് വിൽക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ ആയിരിക്കും. ഈ കാണുന്ന പൂവ് ഞങ്ങൾ ഇവിടുന്ന് പറിച്ചെടുത്തതല്ല, ഈ ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഒരു കെട്ട് പൂവിന് 30 രൂപയാണ്. ചെറിയ വള്ളത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. അത് അധിക നേരം ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ബോട്ടാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ബോട്ടിന് 1000 രൂപയാണ്. ഒരുപാട് ആൾക്കാർക്ക് ആ ബോട്ടിൽ കയറാനും സാധിക്കും. മണിക്കൂറുകളോളം ഈ ഒരു യാത്ര നീണ്ടു നിൽക്കുകയും ചെയ്യും. ഞങ്ങൾ പോയത് ചെറിയൊരു വള്ളത്തിലായിരുന്നു. 45 മിനിറ്റ് ആണ് വള്ളത്തിന് അവർ പറയുന്നതെങ്കിലും ആൾത്തിരക്കുണ്ടെങ്കിൽ 10-20 മിനിറ്റ് കൊണ്ട് തന്നെ അടുത്തുള്ള ആമ്പൽപ്പാടം കാണിച്ച് തിരികെ കൊണ്ടുവരുന്നതാണ്. വള്ളത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആമ്പൽ പൂക്കൾ കാണാൻ സാധിക്കില്ല. ഒരുപാട് പൂക്കൾ കാണണം, ഒരുപാട് വലിയ പാടമൊക്കെ കാണണമെങ്കിൽ 1000 രൂപയുടെ ബോട്ട് എടുക്കേണ്ടി വരും. വള്ളത്തിൽ കയറിയ സമയത്ത് എൻ്റെ കാല് തന്നെ ഞാൻ വെള്ളത്തിൽ വീണിട്ടുണ്ടായിരുന്നു. അധികം പൊക്കമൊന്നുമില്ല, എൻ്റെ ഒരു 1/4 ഭാഗം പൊക്കത്തിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. അപ്പോൾ വള്ളത്തിൽ കയറാൻ പേടിയുള്ളവർ ടെൻഷൻ ആവണ്ട, മുങ്ങിയൊന്നും പോവില്ല. മിക്ക ദിവസങ്ങളിലും രാവിലെ സമയം ഇവിടെ മഴയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പോകുന്നവർ കൊടയോ റെയിൻകോട്ടോ കരുതാൻ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ മലരിക്കൽ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.